ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ഈദ് മുബാറക്ക് അറിയിക്കുകയാണ് എല്ലാവർക്കും കേട്ടോ. സ്പെഷ്യൽ എൻ്റെ വക ഈദ് മുബാറക്ക് എൻ്റെ ഫ്രണ്ട്സുകൾക്ക്. അപ്പോൾ ഇന്ന് കണ്ടോ, മക്കൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? വെലിങ്ങനെ അറിഞ്ഞില്ലെങ്കിലും ഇതുപോലെ കുഞ്ഞ് രീതിയിലൊക്കെ മക്കൾക്കൊക്കെ ആയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക, സപ്പോർട്ട് ചെയ്യുക. സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്ത് കൂട്ടാക്കണേ. കുറേ വർഷങ്ങളായി ഞാൻ പത്തിരിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ മാറ്റി പിടിച്ചു. 2 ദിവസമായിട്ട് നല്ല തലവേദന. അത് കാരണം അജിമിപ്പുട്ട ഉണ്ടാക്കിയത് കേട്ടോ. കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് എടുത്ത് ഒക്കെ പോവാനായിട്ട്. അപ്പോൾ നല്ല മുക്കല്ലത്തിൻ്റെ സെൻറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വാച്ച്, തൊപ്പി, ഡ്രസ്സൊക്കെ ഇവിടെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒക്കെ പോയതിന് ശേഷം നമ്മുടെ ബിരിയാണി പരിപാടിക്കുള്ളതൊക്കെ ഞാൻ പുറത്തൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. കാരണം വരുമ്പോഴത്തേനും അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി വെക്കാനാണ്. ഒപ്പം തന്നെ ചിക്കൻ മസാലയും കൂടി കൂട്ടി വെക്കുകയാണ് കേട്ടോ. കാരണം അതൊന്ന് സെറ്റാവാണ്ട് കുറച്ച് നേരം ഒന്ന് സെറ്റാവണം. കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കളറാണ് കേട്ടോ. പ്രത്യേകിച്ച് കളർ പൗഡറുകളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് കുക്കിങ്ങിൻ്റെ മാത്രം ഒരു വീഡിയോ ആണ് കേട്ടോ. ബാക്കി വീഡിയോ പുറകെ വരുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. എല്ലാവരും അവസാനം വരെ കാണണേ. അപ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞ് വീഡിയോസാണ്. ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഇക്ക തന്നെയാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ആരുമില്ല കേട്ടോ. നമ്മൾ മക്കളും ബാപ്പിയും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് ഒരു ചട്ടിയിൽ ഞാൻ ചിക്കൻ പൊരിക്കാൻ വെച്ച് മറ്റേ ചട്ടിയിൽ ഞാൻ ബിരിയാണിക്ക് മസാല കൂട്ടാനും തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ വെറും അസിസ്റ്റൻ്റാണ്. ഇക്കാടെ ഫുഡാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. ഇതിലൊക്കെ വിരുന്ന് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. കാരണം ഞാൻ കുറേ ആയിട്ടോ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട്. പിന്നെ നമ്മുടെ കിച്ചണിട്ട് ബൾബ് ഒന്ന് ഫ്യൂസായി പോയിട്ടുണ്ട് കേട്ടോ. അത് കാരണം വലിയ ക്ലിയർ ഇല്ല, എന്നാൽ വലിയ കുഴപ്പമില്ലാതെ ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് വീഡിയോസൊക്കെ. അതാണ് ഇടയ്ക്ക് ഒരു കളർ ചേഞ്ച് വരുന്നത് നമ്മൾ ഭക്ഷണത്തിൻ്റെ ഒക്കെ. പിന്നെ അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് വേഗം വറുത്ത് കോരി എടുക്കുകയാണ്. പിന്നെ മക്കളെല്ലാം ചായ എല്ലാം കൂടി കഴിഞ്ഞാൽ ഒന്ന് സൈഡ് അയക്കുകയാണ് കേട്ടോ. അവർക്ക് ഇനി പോകേണ്ട ആ ഒരു സന്തോഷത്തിലാണ്, അവർ വീട്ടിലേക്ക് പോകേണ്ട സന്തോഷത്തിലാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വയന്ന് വന്നപ്പോൾ നമ്മുടെ തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. പിന്നെ ഞാൻ മല്ലിച്ചപ്പ് കണ്ടപ്പോൾ എൻ്റെ കൈയൊന്ന് വെച്ച് കൊടുത്തു കേട്ടോ. ഒരു ട്രിപ്പും കൂടി മൈലാഞ്ചി ഇട്ടാലേ എനിക്ക് തൃപ്തിയാവുള്ളൂ. നല്ല നല്ല എന്താ പറയുക, ഒരു കാപ്പി കളർ വരണം എനിക്ക് മേക്കൊക്കെ. പിന്നെ നമ്മുടെ ഗസ്റ്റുകളുണ്ട് കേട്ടോ പുറത്ത്. പൂച്ചകളാണ്. ഞാൻ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്താണ്. പിന്നെ ചിക്കനൊക്കെ ഫ്രൈ ആക്കി എടുത്തു. അതിന് ശേഷം തക്കാളിയൊക്കെ വയന്ന് വന്നപ്പോൾ മല്ലിയില വെതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി മസാലകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, ബിരിയാണി മസാലപ്പൊടി, സോസുകൾ, കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കണേ ഉള്ളൂ. ഇക്കയാണ് എല്ലാം ചെയ്യണത് കേട്ടോ. ഞാൻ ഒന്ന് ഫ്രീ ആണെന്ന്. പിന്നെ നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മളെ അപ്പുറമൊക്കെ നമ്മൾ മാത്രമാണ് ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഈ ഒരു ഏരിയയിൽ മുസ്ലിംസ് ആയിട്ടുള്ള. അപ്പോൾ അപ്പുറം ഉള്ളവർക്കൊക്കെ ഒന്ന് കുറേ ഫുഡ് കൊടുക്കുക. ചേച്ചിമാരാണ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ചധികം ആക്കണത്. നമ്മൾ മാത്രമേ വിളിച്ച് ഇത്ര തോന വേണ്ട. പക്ഷേ അപ്പുറമുള്ള ചേച്ചിമാർക്കും കൂടി കുറേശ്ശെ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതാണ് മെയിനായിട്ട് നമ്മുടെ ലക്ഷ്യം കേട്ടോ. പിന്നെ അതിലേക്ക് സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസൊക്കെ വെച്ച് കൊടുത്തു. കുറച്ച് ചെറുനാരങ്ങയും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മസാലയൊക്കെ അടിപൊളി സെറ്റായി, നല്ല സ്മെല്ല് കേട്ടോ. ഫൈനലി നമ്മൾ മസാലയൊക്കെ ഒന്ന് ഇളക്കി മറിച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇടയിൽ മസാലയുടെ ടേസ്റ്റ്, ഉപ്പും പുളിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ആക്കിയതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോൾ അത് പൂർണ്ണമായി ഫ്രണ്ട്സ്. പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലി ചിക്കൻ്റെ മസാല വന്നത്. ഇങ്ങനെയാണ് കേട്ടോ. അടിപൊളി മസാലയായിരുന്നു, ഒരു രക്ഷയില്ല. സെറ്റ് മസാല, സൂപ്പർ മസാലയായിരുന്നു കേട്ടോ. എല്ലാം പാകത്തിനായിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് അത് കേട്ടപ്പോഴേ തൃപ്തിയായി. ഞങ്ങളുടെ തൃപ്തിയാണ് ഇക്കാടെ തൃപ്തി. പിന്നെ നമ്മുടെ അപ്പത്തിന് റൈസിനുള്ളത് ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ ഒരുവിധം 2 പൈനാപ്പിൾ, കുറച്ച് ഇന്ന് സവാള ഇട്ടിട്ടില്ല കേട്ടോ. കുറച്ച് പൈനാപ്പിൾ, അതിനുള്ള സംഭവങ്ങളൊക്കെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാര്യമായിട്ട് കച്ചറൊന്നും ഇട്ടിട്ടില്ല. പിന്നെ അരി ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഇക്കാക്ക് തീരെ അതിൻ്റെ പശ പാടില്ല. നല്ല തെളിഞ്ഞ വെള്ളം വരെ ഞാൻ കഴുകിയെടുത്തിട്ട് ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടാണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം അരി കുറച്ച് മാറിയിട്ടുണ്ട്, എന്താവുമെന്ന് അറിയില്ല. അങ്ങനെയാണ് ലാസ്റ്റ് ഇറക്കി കൊടുത്തു. വേഗലൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുവിധം ചോറൊക്കെ നല്ല രീതിക്ക് പൊട്ടാതെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ചെറുതായിട്ട് പേടിച്ചു, കാരണം അരി ഒരു ചെറിയ മാറ്റം ഉണ്ട്. എന്നും വാങ്ങണതിനേക്കാട്ടിലും വ്യത്യാസമായിരുന്നു കേട്ടോ അരി. പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ്, ഉള്ളി, മുന്തിരി എല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഫൈനലായിട്ട് നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോസ്. കാരണം ബാക്കി മുഴുവനായി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും, ഫുള്ളായി കാണാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ടേബിൾ വന്ന് താഴെ പായി വിരിച്ചിട്ട് അതിലേക്ക് ഇരുന്നു കേട്ടോ. ടേബിളുമേ ആദ്യം ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ.